പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, പുതിയ സമ്പ്രദായം തുടങ്ങുന്നവർ എന്ന വിഷയമാണ് എനിക്ക് സംസാരിക്കാൻ കിട്ടിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട ഒരു പാട്ടുണ്ട്. പാവന ദീൻ ഇസ്ലാമിൻ്റെ പരിപാവന പാദവെടിയല്ലേ, പുതിയവയൊന്നും കൂട്ടല്ലേ, പരിപൂർണതയുള്ള മതമല്ലേ. അതെ, നമ്മുടെ ഈ മതം അത് പരിപൂർണമാണ്. അതിലേക്ക് ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ അതിൽ നിന്ന് വെട്ടിച്ചെടുക്കുവാനോ ഇല്ല. സൂറത്ത് മാഇദയുടെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, നിങ്ങളുടെ മതമായി ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന്. മതത്തിലേക്ക് പുതിയ ആചാരങ്ങളോ സമ്പ്രദായങ്ങളോ കൊണ്ടുവരുന്നവരെ ബിദ്അത്തുകാർ എന്നും അവർ കൊണ്ടുവരുന്ന ആ കാര്യത്തെ ബിദ്അത്ത് എന്നും പറയും. മതത്തിലൊരു കാര്യം സ്ഥിരമാകണമെങ്കിൽ അത് ഒന്നുകിൽ ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിലോ ഉണ്ടായിരിക്കണം. ചുരുക്കത്തിൽ ഖുർആനിലോ ഹദീസിലോ ഇല്ലാത്ത കാര്യങ്ങൾ മതത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നതിനെയാണ് ബിദ്അത്ത് അല്ലെങ്കിൽ പുത്തനാചാരം എന്ന് പറയുന്നത്. ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ ബിദ്അത്തിനെ 2ആയി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ശർഈയായ എന്ന് വെച്ചാൽ മതപരമായ ബിദ്അത്ത്, മറ്റൊന്ന് ഭാഷാപരമായ ലൗകികമായ ബിദ്അത്ത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബികളോ ചെയ്യാത്ത ഒരു കാര്യം മതത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരികയും അതിനൊരു പ്രത്യേക എണ്ണവും ദിവസവും പ്രതിഫലവും നിശ്ചയിക്കുകയും ചെയ്യുന്നതിനെയാണ് മതപരമായ ബിദ്അത്ത് എന്ന് പറയുന്നത്. നമസ്കാരാനന്തരമുള്ള കൂട്ടപ്രാർത്ഥന, കൂട്ടമായിരുന്ന് ദിക്ർ ചൊല്ലൽ, 14 ആണ്ട് പോലെയുള്ള മരണാനന്തര കർമ്മങ്ങൾ, ഖബറിനെ അലങ്കരിക്കലും അത് കെട്ടിപ്പൊക്കലും, ഇതെല്ലാം മതപരമായ ബിദ്അത്തുകൾക്ക് ഉദാഹരണമാണ്. എന്നാൽ ലൗകികമായ ബിദ്അത്ത് ഒരിക്കലും മതപരമായിരിക്കുകയില്ല. കാരണം അത് ഖുർആനിനും സുന്നത്തിനും എതിരായിരിക്കുകയില്ല എന്ന് മാത്രമല്ല, ഈ സമുദായത്തിന് അത് ഗുണകരമായിരിക്കും. ഉദാഹരണത്തിന് പുതിയ കണ്ടുപിടുത്തങ്ങളോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഉപകരണങ്ങൾ, വാഹനം, മൊബൈല്, പുതിയ പ്രബോധന രീതി, ഇതെല്ലാം ഈ ലൗകിക ബിദ്അത്തിന് ഉദാഹരണമാണ്. എന്തുകൊണ്ടാണ് മതപരമായ ബിദ്അത്തിനെ ഒഴിവാക്കണമെന്ന് പറയുന്നത്? നമ്മുടെ ദീൻ പൂർണ്ണമാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സുന്നത്തിനെ അവഗണിക്കുന്നതിന് തുല്യമാകും. മറ്റൊന്ന്, മതത്തിലേക്ക് പുതിയത് കൂട്ടിച്ചേർത്താൽ ക്രമേണ ഈ മതത്തിൻ്റെ യഥാർത്ഥ തത്വങ്ങൾ വക്രീകരിക്കപ്പെടുകയും തെറ്റിലേക്ക് പോവുകയും ചെയ്യും. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന, മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ മതത്തിൽ ഇല്ലാത്തൊരു കാര്യം പുതിയതായി ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന്. അതുകൊണ്ട് ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി സുന്നത്തും തൗഹീദും മുറുകെ പിടിച്ച് ഈമാനോടുകൂടി മരണപ്പെടുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.